ടിക്ടോക്കും ഇൻസ്റ്റയും ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടൻറ്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടൻറ്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. പാവം കഷ്ടപ്പെട്ട് കരയാൻ ശ്രമിക്കുകയാണ്. ആ കരയാനുള്ള കഷ്ടപ്പാട് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം വരുന്നത്. അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം അറിയാം അഭിനയിക്കാൻ. ആ അഭിനയം കാണുന്നുമുണ്ട്. നമ്മൾ കരച്ചിൽ യഥാർത്ഥത്തിൽ വരുന്നതും അഭിനയിക്കുന്നതും തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, നമ്മൾ ഇത്രയും നാളായിട്ട് ഹ്യൂമൻ ഇമോഷൻസ് എന്താണെന്നുള്ളത് കണ്ടു വളർന്നു വരുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഇമോഷനും അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് മുഖത്ത് വരുത്തുന്ന ഇമോഷൻസും തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും, അതിൻ്റെ ഡിഫറൻസ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം, ഗ്ലിസറിൻ എങ്ങാണ്ട് ഉപയോഗിച്ച് നേരത്തെ കണ്ണിൽ കണ്ണീര് വരുത്തിയിട്ട് ആ കണ്ണീര് കഷ്ടപ്പെട്ട് പിന്നെയും കാണിക്കാൻ ശ്രമിക്കുന്ന രേണു. കിച്ചുവിൻ്റെ തുറന്നു പറച്ചിലിന് ശേഷമാണ് രേണു ഇങ്ങനൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നത്. അതിനുശേഷം 2-3 സെൻറ്റിമെൻ്റൽ വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പതിയെ സബ്സ്ക്രിപ്ഷനിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വെപ്രാളമായിരുന്നു. കിച്ചുവിൻ്റെ വീഡിയോ പുറത്ത് വന്നതോട് കൂടിയിട്ട് രേണുവിന് അങ്ങ് വെപ്രാളമാണ്. എന്തിനാണ് വെപ്രാളം കാണിക്കുന്നത്? ആ കുട്ടി കുറേ തുറന്നു പറച്ചിൽ നടത്തി. കിച്ചു ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കൊല്ലസുധിയുടെ മകൻ. കൊല്ലസുധിയുടെ മകൻ ഇതുവരെ തുറന്നു പറയാത്ത കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതും പൂർണ്ണമായിട്ടും പറയുന്നില്ല, അവൻ്റെ മാനസിക വിഷമങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു ചെറിയ വീഡിയോ പോലെ അപ്ലോഡ് ചെയ്തു. അതിനകത്തൊരു 10-20% കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളൂ. മുഴുവനായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും യഥാർത്ഥ മുഖംമൂടി എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. രേണുവിൻ്റെ മുഖംമൂടി അധികം വലിച്ചു കീറി കാണിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ കിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷേ രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് കിച്ചുവിൻ്റെ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. അതായത് കിച്ചുവിൻ്റെ അച്ഛനെ കല്യാണം കഴിച്ച് കിച്ചുവിനൊരു അമ്മയാകാം എന്നുള്ള വ്യാജ പ്രതീക്ഷയൊക്കെ നൽകി കല്യാണം കഴിച്ച് കിച്ചുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കിച്ചുവിനെ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കിച്ചുവിൻ്റെ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. പണിക്ക് പോകാതെ രേണുവിൻ്റെ കുടുംബത്തെ മുഴുവനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് കൊല്ലസുധിയാണ്. അങ്ങനെ കൊല്ലസുധിയെ കൂടുതൽ സ്ട്രെസ്സിലേക്ക് തള്ളിവിട്ടത് രേണുവിൻ്റെ കുടുംബമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം കൊല്ലസുധി ഇല്ലാതെ ആയപ്പോഴും രേണുവിൻ്റെ കുടുംബം എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നും എല്ലാം കിച്ചുവിൻ്റെ വീഡിയോയിൽ വ്യക്തമാണ്. അപ്പം രേണുവിൻ്റെ യഥാർത്ഥ മുഖം എന്താണ്? ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് കൊല്ലസുധിയുടെ ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ രേണുവും ഋതപ്പൻ അന്ന് കുഞ്ഞാണ്, ഇവനും അന്ന് 10-12 വയസ്സേ ഉള്ളൂ കിച്ചുവിന്. അവർ ആ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്തൊരു തേനും പാലും ഒലിപ്പിച്ചിട്ടാണ് രേണു കിച്ചുവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവനാണ് എൻ്റെ ആദ്യത്തെ മകൻ, ഇവനെ ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുള്ളത് കിച്ചുവിൻ്റെ വീഡിയോയിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ഒറ്റപ്പെടൽ അനുഭവിച്ച് വേദനകൾ അനുഭവിച്ച് മുഴുവനായിട്ട് മാനസികമായിട്ട് തളർന്ന ഒരു കുട്ടി. അതിനുശേഷം ഇപ്പോഴാണ് പലതും അതിജീവിച്ച് ഒന്ന് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്തിനാണ് ആ തുറന്നു പറച്ചിൽ രേണു ഇത്രയും വെപ്രാളം കാണിക്കുന്നത്? വെപ്രാളം കാണിച്ചിട്ട് വീഡിയോ ഇടുന്നു, കരയുന്നു, പിഴിയുന്നു, ഞാൻ തീരാൻ പോവുകയാണെന്ന് പറയുന്നു. അതിനുശേഷം കിച്ചുവിനെതിരെ വേറെ 2 സ്ത്രീകളെയും കൊണ്ട് വീഡിയോ ഇടിപ്പിച്ചു. ഒന്ന് ദിയാസന, നമുക്കറിയാമല്ലോ ദിയാസനയെ. അതിനുശേഷം വേറൊരു സ്ത്രീ, അവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ വീഡിയോയും ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ത്രീക്ക് കിച്ചുവിന് പൈസ ഇട്ട് കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ആ പൈസ എത്ര എന്നുള്ളത് നമ്മളെ കാണിക്കുന്നില്ല, എത്ര പൈസയാണ് ഇട്ട് കൊടുത്തതെന്ന് കാണിക്കുന്നില്ല. എന്നിട്ട് ആ സ്ത്രീയെയും കൊണ്ട് കിച്ചുവിനെതിരെ സംസാരിപ്പിക്കുന്നു. അതായത് കിച്ചുവിന് ഇത്രയും പൈസ ഇട്ട് കൊടുത്തു, ഏതെങ്കിലും അമ്മ ഇത്രയും പൈസ ഇട്ട് കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ അമ്മയാണെന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ കിച്ചുവിനോട് സ്നേഹമുള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കിച്ചുവിന് ഇട്ട് കൊടുത്ത പൈസയുടെ കണക്കൊന്നും കാണിക്കത്തില്ല. കിച്ചു പൈസ ഇട്ട് തന്നില്ലെന്നോ ഒന്നും അതിനകത്ത് പറയുന്നില്ല. കിച്ചു പറയുന്നത് എന്താണ്? ഇവർ ജീവിതത്തിൽ വന്നതിന് ശേഷം തനിക്ക് കൂടുതൽ ഒറ്റപ്പെടലാണ് അനുഭവിച്ചിട്ടുള്ളത്, എന്നെ ആരും പരിഗണിച്ചിട്ടില്ല, ആ കുടുംബക്കാരും തന്നെ എന്നെ പരിഗണിച്ചിട്ടില്ല, ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഉള്ളതായിട്ട് പോലും ആരും കൺസിഡർ ചെയ്തിട്ടില്ല എന്നാണ് കിച്ചു പറയുന്നത്. അതായത് പൈസ ഇട്ട് തന്നതിൻ്റെ കിച്ചു പറയുന്നില്ല. എന്നെ രേണുസുധി നോക്കണമെന്നോ ആരും നോക്കണമെന്നോ ഒന്നും കിച്ചു പറയുന്നില്ല. പക്ഷേ ത്രൂ ഔട്ട് ഇത്രയും നാളും അവർ അനുഭവിച്ച് വന്നിട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അത് പറഞ്ഞപ്പോഴേക്കും രേണുവിന് നൊന്തു. അങ്ങനെ കൊള്ളണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സത്യമാണ്. മാത്രമല്ല ഇതിനകത്തൊരു വലിയ വിവാദം കിടന്ന് കളിക്കുന്നുണ്ട്. അതായത് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലത്ത് കൊണ്ടുപോയി അടക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി കിച്ചു പറയുന്നുണ്ട്. അതൊരു വലിയ വിവാദമാണ്. പലരും മനഃപൂർവ്വം അത് ടച്ച് ചെയ്യാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഒരു ഹിന്ദുവാണെന്ന് പറയുന്നു. അപ്പോൾ ഹിന്ദുവായിട്ടുള്ളൊരു വ്യക്തിയെ ക്രിസ്ത്യാനിയായിട്ട് എന്തിന് അടക്കി? ആ ഒരു സംഭവം, ആ ഒരു സംശയം അവിടെ ഉണ്ട്.
കിച്ചുവിനെ അന്ന് പറഞ്ഞ് തിരിപ്പിച്ച് കിച്ചുവിനോട് പറഞ്ഞ് കൊല്ലത്തടക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് രേണുവിൻ്റെ കുടുംബം നിർബന്ധിച്ചിട്ടാണ് ക്രിസ്തീയമായ രീതിയിൽ കൊല്ലസുതി അടക്കിയത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ നല്ല അമ്മയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രേണു ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഇതിലും ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ കരയാൻ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കരയാൻ സാധിക്കുന്നില്ല. നമുക്ക് കരച്ചിലുണ്ടെങ്കിൽ അല്ലേടെ കരയാൻ പറ്റത്തുള്ളൂ. നമ്മൾക്ക് വിഷമിച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലേടെ കരയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഗ്ലിസറിൻ തേച്ച് അവിടെ ഇവിടെയൊക്കെ കണ്ണീര് ഒലിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ കരച്ചില്ലെന്ന് പറയത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ് വരുത്തിയിട്ട് ഞാൻ കരയുകയാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ കരച്ചിലായിട്ട് ആരും കൂട്ടാക്കത്തില്ല. ഇതിനകത്ത് രേണുസുതി പറയുന്നുണ്ട്, ഞാൻ നല്ല അമ്മയായിരുന്നു, ഞാൻ അവനെ മകനായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, മാത്രമല്ല ഞാൻ പൈസ ഇട്ട് കൊടുത്തു എന്ന് പറയാം. ചിലപ്പം 10,000 1,000 ഒക്കെ കുറച്ച് പ്രാവശ്യങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാകാം. അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. അതായത് രേണുസുതിക്ക് ഈ സുതി പോയതിനു ശേഷം ഒരുപാട് ആൾക്കാർ രേണുസുതിയുടെ ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഫണ്ട് രേണുസുതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി പൈസ കിച്ചുവിന് ഇട്ട് കൊടുത്തതിൽ എന്താണ് ഇത്ര ഇത്? അത് രേണുവിൻ്റെ പൈസയല്ലല്ലോ. കൊല്ലം സുതിക്ക് കിട്ടിയ പൈസയിൽ നിന്ന് രേണു ഇച്ചിരി പോക്കറ്റ് മണി കിച്ചുവിന് കൊടുത്തു. അങ്ങനെ പോക്കറ്റ് മണി ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കിച്ചു അനുഭവിച്ച മാനസികാവസ്ഥ മുഴുവനായിട്ട് ഇല്ലാണ്ടാവുമോ? ഇല്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ കിച്ചു ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് മറ്റേ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതായത് കൊല്ലം സുതി മരിച്ചതിന് ശേഷം 2 മക്കൾക്കും വേണ്ടിയിട്ട് പണിഞ്ഞു കൊടുത്ത വീടാണ്. അതായത് കിച്ചുവിനും ഋതപ്പനും ഒരേപോലെ അവകാശമാണ്. അതിനകത്ത് വേറെ ആർക്കും അവകാശമില്ല. അതായത് രേണുസുതിയുടെ വീട്ടുകാരാണ് വലിയ അവകാശത്തിൽ അവിടെ താമസിക്കുന്നത്. പക്ഷെ അതിനകത്ത് ആർക്കും അവകാശമില്ല. ഇവർക്ക് 2 പേർക്കാണ്. അപ്പം തനിക്ക് അവകാശപ്പെട്ട വീട്ടിലേക്ക് ഒരു അന്യനെ പോലെ കയറി ചെല്ലുന്ന കിച്ചുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ വീഡിയോയിൽ അന്നേ നമ്മൾ സംസാരിച്ചതാണ് അതിനെ പറ്റിയിട്ട്. ആ വീട് വൃത്തികേടാക്കി ഇട്ടേക്കുന്നു. അവിടെയൊക്കെ കിച്ചു ചെല്ലുമ്പോൾ ആരും പ്രത്യേകിച്ച് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ വീഡിയോയിൽ പോലും ആ വീഡിയോ എടുക്കുവാണല്ലോ, അതിനകത്തെങ്കിലും കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് മുമ്പ് എന്തൊക്കെയായിരിക്കും ആ പയ്യൻ അനുഭവിച്ചിട്ടുണ്ടാവുക? രേണുവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും രേണുവിൻ്റെ ഭാഗത്തു നിന്നും. കിച്ചു അതേ പറയുന്നുള്ളൂ. അവനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നില്ല. അവൻ ടോട്ടലി അവനെ അവോയ്ഡ് ചെയ്തു, അവനെ നെഗ്ലക്റ്റ് ചെയ്തു. അവരുടെ ഭാഗത്തു നിന്ന് അവന് യാതൊരു രീതിയിലുള്ള സന്തോഷവും ഉണ്ടായിട്ടില്ല. അച്ഛനെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്താൻ കാരണം ഒരുപക്ഷെ രേണുവിൻ്റെ കുടുംബമായിരിക്കാം. അതാണ് സത്യം. ഈ ഓട്ടപ്പാച്ചിലിനിടയിലാണല്ലോ കൊല്ലസുതി ഇല്ലാതായത്. അതായത് രേണുവിനെ കല്യാണം കഴിച്ചതോടെ കൊല്ലസുതിയുടെ ബാധ്യത ഇരട്ടിച്ചു. രേണുവിൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും രേണുവിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ നോക്കേണ്ട ബാധ്യത കൊല്ലസുതിയുടെ തലയിലേക്ക് വന്നു. അതാണ് കിച്ചു പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം ആ വീട്ടിൽ ഞാനൊരു അന്യനെ പോലെയാണ് കഴിഞ്ഞത്. അച്ഛൻ അവിടെ ഇല്ല എന്ന സമയത്ത് എന്നെ ആരും നോക്കിയിരുന്നില്ല. ഞാനൊരു അന്യനെ പോലെ കഴിഞ്ഞു. ആ ഒറ്റപ്പെടൽ അനുഭവിച്ച് ആ ഒറ്റപ്പെടൽ കൊണ്ട് വേറെ പല ചീത്ത സ്വഭാവങ്ങളുമൊക്കെ വന്നു എന്നാണ് കിച്ചു പറയുന്നത്. അത് പറഞ്ഞപ്പോഴേക്കും രേണുവിൻ്റെ യഥാർത്ഥ മുഖംമൂടി തന്നെയാണ് അഴിഞ്ഞു വീണത്. ഇനി എന്തൊക്കെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രേണുവിന് എന്തോ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് തോന്നുന്നു. വിഷമിച്ച് 2-3 വീഡിയോ ഇട്ട് തൊട്ട് പിന്നാലെ തന്നെ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഈ ഒരു ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിൽ തന്നെയുണ്ട് രേണുവിൻ്റെ അഹങ്കാരം. 10 പേര് മതി എനിക്ക് വന്ന ഈ ഒരു ഡൗൺ. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നില്ലേ, നെഗറ്റീവ് വന്നില്ലേ, അതില്ലാതാവാൻ 10 പേര് മതി, ഇതൊക്കെ ഞാൻ അതിജീവിക്കും എന്ന് പറഞ്ഞ് പിന്നെ ഇട്ടേക്കുന്നതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനുശേഷം ഈ കരച്ചിലിട്ടിട്ട് തൊട്ട് പിന്നാലെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ സ്റ്റോറിയും അങ്ങിട്ടു. കഷ്ടം, നാണമില്ലല്ലോ. ഇത്തരം ഒരു വിവാദം തനിക്കെതിരെ വരുമ്പോൾ അതിനെതിരെ നല്ല രീതിയിലൊരു എക്സ്പ്ലനേഷൻ തരാൻ രേണു തയ്യാറാകണം. അല്ലെന്നുണ്ടെങ്കിൽ കണ്ടില്ലെന്ന് അങ്ങ് നടിക്കുക. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ പലരെ ഉപയോഗിച്ച് പിന്നെയും കിച്ചുവിനെ വേട്ടയാടുന്ന രീതിയിൽ കിച്ചുവിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചു, എൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ടതോടു കൂടിയിട്ട് രേണുവിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായി.